ക്രിസ്തു രാജാവാണ് എന്നുള്ളതിന് എന്താ അടയാളം? നീ എന്തുമാത്രം തകർച്ചയിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും, ഈ ലോകത്തിലെ ഒരു രാജാവിന്, ഒരു പ്രധാനമന്ത്രിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ യേശുവിന് നിന്നെ രക്ഷിക്കുവാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ റിക്വസ്റ്റ് ഇതാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് കടക്കാരനാവുമോ? ആവുമോ? ഈശോ ഒരിക്കലും കടക്കാരനാകുകയില്ല. ഈ പദയാത്ര വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മീഡിയമാണ്. സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മീഡിയമാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സുവിശേഷ പദയാത്ര നടത്തിയത് ആരാണ്? ഈശോ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ഈശോ പദയാത്ര നടത്തി. അന്നത്തെ കാലത്ത് സൈക്കിൾ പോലുമില്ല, ചക്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പദയാത്ര നടത്തി പിതാവിൻ്റെ സ്നേഹം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ആദ്യം പ്രഘോഷണം ചെയ്ത കർത്താവ് തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ കാലടിപ്പാടുകളാണ് ആര് പിന്തുടരുന്നത്? നിങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് കർത്താവിന് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ പദയാത്രയ്ക്ക് വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർക്കുന്നത്, കർത്താവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനാണ്, ക്രിസ്തു ഭക്തനായിരുന്നു, ആന്ധ്രാപ്രദേശിൽ മരിച്ചുപോയ YS രാജശേഖരൻ റെഡ്ഡി, YSR. അപ്പോൾ അദ്ദേഹം ഒരു പദയാത്ര, ഇന്ന് രണ്ടായിട്ട് വിഭജിക്കൊണ്ട് തെലങ്കാന, ആന്ധ്ര, പക്ഷേ അന്നത്തെ കാലത്ത് അൺഡിവൈഡഡ് ആന്ധ്ര, അതിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം നടത്തിയ പദയാത്ര, ആ പദയാത്ര വലിയൊരു മാറ്റമുണ്ടാക്കി. ജനങ്ങളുടെ ഹൃദയത്തിൽ കോൺഗ്രസ് പാർട്ടി എഴുതപ്പെട്ട ഒരു യാത്രയായിരുന്നു. അദ്ദേഹം അങ്ങനെ അവിടെ ഇലക്ഷൻ ജയിച്ചു മുഖ്യമന്ത്രിയെ. ഞാനിത് പറഞ്ഞ രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിലും വലിയ മാറ്റമുണ്ടാക്കുവാൻ നിങ്ങളുടെ ഈ പദയാത്രയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വലിയ ധൈര്യത്തോടെ, പ്രത്യാശയോടെ, ചിലപ്പോൾ നിങ്ങൾ 8 ജില്ല കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ? 8 ജില്ല കഴിഞ്ഞ് നിങ്ങൾ വർദ്ധിച്ച ആവേശത്തോടെ മുന്നോട്ട് പോകണം. കാരണം ഇത് ഈ സമൂഹത്തെ ഈ അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ജീവിപ്പിക്കുവാനുള്ള ഒരു ജീവൻ യാത്രയാണ്, പദയാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പദയാത്ര നടത്തുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുരാജൻ്റെ സന്ദേശമാണത്, ക്രിസ്തു രാജാവാണ് എന്നുള്ളതിന് എന്താ അടയാളം? നിങ്ങളോട് ചോദിക്കുക, നിങ്ങളെന്ത് പറയും? ആരെങ്കിലും വന്ന് നിങ്ങളോട് ചോദിക്കുക, ക്രിസ്തു രാജാവാണ്, അതിൻ്റെ ഒരു അടയാളം എനിക്ക് തരണം, കാണിച്ചു തരണം, ഇപ്പം തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാണിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും വേണ്ട, നിങ്ങളൊന്നും വേണ്ട, ധൈര്യത്തോടെ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ടാവും അല്ലേ? അല്ലേ? കൊന്തയിലെ കുരിശ് ഉയർത്തി പറയണം. എന്താ? അവിടെ ക്രിസ്തു രാജാവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് കുരിശിൽ എഴുതി വെച്ചെന്താണ്? INRI അല്ലേ? അത് R എന്നുള്ളത് ലാറ്റിനാണ്, റെക്സാണ് അല്ലേ? അത് യേശു രാജാവാണ് എന്നുള്ളതിൻ്റെ ഇന്നത്തെ ജീവിക്കുന്ന അടയാളമാണ്, ജീവിക്കുന്ന അടയാളമാണ്. അപ്പോൾ ആ കുരിശാണ് നമുക്ക് രാജത്വത്തിൻ്റെ അടയാളമായിട്ട്. അതൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും അല്ലേ? നമ്മുടെ രാജാവ് സിംഹാസനത്തിലിരിക്കുന്നവനല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി, നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിൻ്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ്. ഈ രാജാവിനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാരാ എഴുതിയത്? പീലാത്തോസ് എഴുതിയതാണ്. പീലാത്തോസ് അസാധാരണ മെയ്വഴക്കമുള്ള ഒരാളാണ് അല്ലേ? നിങ്ങൾക്കറിയാം അല്ലേ? അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി ക്രിസ്തു പരമപരിശുദ്ധനാണ്, നിഷ്കളങ്കനാണ് എന്ന് ബോധ്യമുണ്ടായി. പക്ഷേ യേശുവിനെ വധശിക്ഷയ്ക്ക് അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു. എന്താ കാരണം?
തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി, ഇല്ലേ? അതുകൊണ്ട് നല്ല മെയ്വഴക്കത്തോടെ അവിടെ നല്ലൊരു സർക്കസ് കളിച്ചു, യേശുവിനെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തു. പക്ഷേ അദ്ദേഹം നല്ലൊരു സ്റ്റേണായിട്ടുള്ളൊരു നിലപാടെടുത്തു. അതെന്താ? അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പീലാത്തോസാണ് ഇതിങ്ങനെ എഴുതിച്ചതെന്നാണ് ബൈബിൾ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം പീലാത്തോസ് എഴുതിയെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പുരോഹിതന്മാർക്ക് അതൊരു നാണക്കേടായി തോന്നി, ക്ഷയമായിട്ട് തോന്നി. അവർ പറഞ്ഞു, അങ്ങനെയല്ല എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്? യൂതന്മാരുടെ രാജാവാണ് എന്ന് അവൻ പറഞ്ഞു അങ്ങനെ എഴുതണം. അപ്പോൾ പീലാത്തോസ് പേടിച്ചില്ല, പീലാത്തോസിൻ്റെ മുട്ട് വിറച്ചില്ല. പീലാത്തോസ് ഇത് എല്ലാം കർത്താവ് തീരുമാനം. രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നതും പ്രഭുക്കന്മാരെ നിയന്ത്രിക്കുന്നതും മന്ത്രിമാരെ നിയന്ത്രിക്കുന്നതും പ്രസിഡൻറ്റിനെ നിയന്ത്രിക്കുന്നതും രാജ്യത്തെ നിയന്ത്രിക്കുന്നതും ആരാണ്? നമ്മുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പേര് പറയുന്നത് എന്താണ്? കിങ് ഓഫ് കിങ്സ്. വലത് കരത്തിൽ പറയാം, കിങ് ഓഫ് ലോർഡ് ഓഫ്. യേശു രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെ. അപ്പോൾ ഈ കാലഘട്ടത്തിലും, അന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിലും കർത്താവാണ് നിയന്ത്രിക്കുക. അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ യാത്ര സഫലമാണ്. അപ്പോൾ പീലാത്തോസ് നേരത്തെയുള്ള നിലപാടനുസരിച്ചാണെങ്കിൽ ഇവരെ പേടിച്ച് എന്നാൽ പിന്നെ അങ്ങനെ എഴുതിയേക്കാം എന്ന് വിചാരിച്ച് മാറ്റിക്കൊടുക്കുമായിരുന്നു. പക്ഷേ പീലാത്തോസ് എന്ത് ചെയ്തു? എന്താ പറഞ്ഞത്? ഞാൻ എഴുതിയത് ഇത് മാറ്റാൻ പോകുന്നൊന്നുമില്ല, ഞാൻ എഴുതിയത് തന്നെ. അങ്ങനെ ഇന്നും നമുക്ക് അഭിമാനത്തോടെ യേശു രാജാവാണെന്ന് ഓർക്കുവാനായിട്ട് ആ ടൈറ്റിൽ സഹായിക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കും. പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? പീലാത്തോസിന് അറിഞ്ഞുകൂടാ, ഒരു യഹൂദൻ വന്ന് നിൽക്കുന്നു, രാജാവാണ്. യേശു ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഈ റാലിയിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കോർ മെസ്സേജ്. അതാണ് യേശു പറഞ്ഞത്. എന്താണ്? ഇതെന്നെ പറഞ്ഞു പിന്നെ കർത്താവ് അതിനെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ഈശോ കൊടുക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെതല്ല. ഞാൻ ഈ ലോകത്തിൻ്റെ ഒരു രാജാവല്ല. ഞാൻ രാജാവാണ്, പക്ഷേ ഈ ലോകത്തിൻ്റെ രാജാവല്ല. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ രാജ്യമല്ല. പിന്നെ എവിടെയാണ് ഞാൻ രാജാവാകുന്നത്? ഞാൻ ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ രാജാവായി വാഴുന്ന രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ഹൃദയങ്ങളെ നിയന്ത്രിക്കുവാൻ, മനുഷ്യ ഹൃദയങ്ങളെ ഭരിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി അതാരാണ്? അത് യേശു ക്രിസ്തു മാത്രം. ആ സന്ദേശമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ റാലിയിലൂടെ. നീ എന്തുമാത്രം തകർച്ചയിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും, ഈ ലോകത്തിലെ ഒരു രാജാവിന്, ഒരു പ്രധാനമന്ത്രിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ യേശുവിന് നിന്നെ രക്ഷിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഹാത്രസിലൊരു ദുരന്തമുണ്ടായത് വായിച്ചോ? നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ട് ഇടയ്ക്ക്, പദയാത്രയ്ക്കിടയ്ക്ക് വാർത്തയൊക്കെ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലേ? ഉത്തർപ്രദേശിൽ വലിയൊരു ദുരന്തമുണ്ടായി, കേട്ടില്ലായിരുന്നു നിങ്ങൾ? 121 പേര് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. എന്താ കാരണം? ബാബാ ഭോസ്ലെ എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നടത്തി 2 ലക്ഷം പേരാ കൂടിയത്. അദ്ദേഹം നിന്ന് ആ സ്ഥലത്തെ മണ്ണ് ശേഖരിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ ഇന്നും കേഴുകയാണ്, അലയുകയാണ്. യഥാർത്ഥ സമാധാനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരറിഞ്ഞിട്ടില്ല, അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പൊട്ടക്കിണറുകൾ അന്വേഷിച്ചു പോകുന്നു. ആ പൊട്ടക്കിണറിൽ വീണ് അവർ മരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട്. യേശുവാകുന്ന ജീവജലത്തിൻ്റെ ഉറവ കണ്ടെത്തിയ നമുക്ക് ഒരു വലിയൊരു ബാധ്യത, കടമ, മിഷൻ. അതാണ് നിങ്ങളുടെ മിഷൻ അല്ലേ? എന്താ മിഷൻ? യേശുവാണ് രക്ഷകൻ, യേശുവാണ് രാജാവ്. നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാ ശരിക്കും? ആരാ? സർക്കാർ അവിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറ്റക്കാരെ കണ്ടുപിടി. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച ആരായിരിക്കും? കുറ്റവാളികൾ ആരായിരിക്കും? ആരാ? നമ്മൾ തന്നെയല്ലേ? നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ
എവിടെ വെച്ചു? വിളക്ക് കാലിൽ വെക്കുന്നതിന് പകരം നമ്മളെവിടെ വെച്ചു? പറയുടെ കീഴെ വെച്ച് നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിനും അത്യാവശ്യ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നമ്മളങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ കാര്യമല്ല, നമ്മൾ പൊതുവേ ക്രിസ്ത്യാനികളങ്ങനെ ഇല്ലേ? 2000 വർഷങ്ങൾക്ക് പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ പാരമ്പര്യം കൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ യാത്ര സഫലമാണ്. അങ്ങനെ ഒരു കവിതയുണ്ട് അല്ലേ, NN കക്കാടിൻ്റെ അല്ലേ, സഫലമീ യാത്ര കേട്ടിട്ടില്ലേ? വളരെ മനോഹരമായ, അദ്ദേഹം ഇവിടുത്തുകാരനാണ് കേട്ടോ, ഈ ബാലുശ്ശേരിക്കടുത്ത് കക്കാട്. സഫലമീ യാത്ര എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ യാത്രയും സഫലമാണ്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മൾ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലാത്ത ഒരു സന്ദേശം വിജാതീയ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഈശോ ചുറ്റി സഞ്ചരിച്ചതുപോലെ ചുറ്റി സഞ്ചരിച്ച് നൽകുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളിങ്ങനെ പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. നിങ്ങൾ വെറുതെ പോയാൽ പോരാ. ഞാൻ എൻ്റെ നല്ലൊരു പ്രേക്ഷിതൻ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം നൽകുന്ന പ്രേക്ഷിതൻ. അദ്ദേഹം പ്രസംഗിക്കുകയല്ല, അദ്ദേഹം യേശുവിനെ വ്യക്തിപരമായി കൊടുക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ ആ പ്രേക്ഷിത രീതി കേട്ടിട്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ പോലെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് UP-യിലൊക്കെ ചെന്നിട്ട് ബിസിനസ്സുകാരോട് സംസാരിക്കും. എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ അയാൾക്കുള്ളൊരു രോഗം വെളിപ്പെടുത്തും. മനസ്സിലായോ? അപ്പോൾ ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിക്കും, ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങൾക്കില്ലേ? ഇങ്ങനെയൊരു രോഗം നിങ്ങൾക്കില്ലേ? അദ്ദേഹം അത്ഭുതപ്പെടുക. എങ്ങനെയാണ്? നമ്മൾ ആദ്യം കാണുകയാണ്, എങ്ങനെയാണ് താങ്കൾ ഈ കാര്യം, എൻ്റെ മനസ്സിൽ ആരും അറിയാത്ത ഈ രോഗം, ഈ പ്രശ്നം താങ്കൾ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം പറയുകയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു യഥാർത്ഥ ദൈവമാണ്, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ യേശുവിനെ എങ്ങനെ എനിക്ക് കാണാൻ സാധിക്കും? അയാൾ ചോദിക്കും, ഈ മനുഷ്യൻ ചോദിക്കും. നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. ഈ മനുഷ്യൻ പറയും, ഈ മിഷണറി പറയും, പ്രേക്ഷിതൻ പറയും. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യന് വേണ്ടി ഈ പ്രേക്ഷിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ നിമിഷം തന്നെ ഒരു കുളിർ തന്നലായി ഈ വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അക്ഷരാർത്ഥത്തിൽ കാണുന്ന രീതി, അദ്ദേഹത്തെ തൊട്ട് അത്ഭുതകരമായ സൗഖ്യം ആ മനുഷ്യൻ ലഭിക്കുക. നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സ്പർശനം കിട്ടിയാൽ പിന്നെ അയാൾക്ക് വേറെ വല്ല സാക്ഷ്യം വേണോ? നിങ്ങൾ പോയി പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അയാളുടെ ജീവിതത്തിൽ അയാൾ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. അയാൾ എന്തു ചെയ്യും? അയാളൊരു പ്രേക്ഷിതനാകും. സമറിയാക്കാരിയെ പോലെ അയാളും അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള അനേകരോട് പറയാൻ അയാൾക്ക് ഒരു വലിയ തീക്ഷ്ണതയും വെമ്പലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ വചനം, അറിവിൻ്റെ വചനം, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചിലപ്പോൾ അക്രൈസ്തവർ ആയിരിക്കാം. അപ്പോൾ അവരോട് പോലും കർത്താവിനെ അറിയിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഈ പ്രേക്ഷിതൻ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ യാത്ര എങ്ങനെയാകും? ഇരട്ടി സഫലമാകും. ഗോൾഡൻ ജേർണിയാകും. പ്രൈസ് ദി ലോർഡ്. ഗോൾഡൻ പദയാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ അതിനു വേണ്ടി തീർച്ചയായും, നിങ്ങൾ ഇനി ഔട്ട്സൈഡ് കേരള പോകുന്നുണ്ട്, അവിടെയാണ് ഇതിന് കൂടുതൽ പ്രസക്തിയുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കർത്താവ് തരും. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രേക്ഷിതൻ അദ്ദേഹം വലിയ ആളൊന്നുമല്ല. അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ തൻ്റെ നാമത്തെ പ്രതി, തന്നെ പ്രതി ആ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തരും, എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫീൽഡിൽ ഇറങ്ങിയാൽ, പണിക്കിറങ്ങിയാൽ ആയുധം കൊടുക്കുന്ന ആരാ? പണിക്കാരനാണോ? തൂമ്പ കൊടുക്കുന്ന ആരാ? വാക്കത്തിയും തൂമ്പയും പണിക്ക് വരുന്നവന് കൊടുക്കുന്ന ആരാ? പണിക്കാരൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയാൽ, കർത്താവിൻ്റെ വയലിൽ പണിക്കിറങ്ങിയാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ, ആത്മീയ ആയുധങ്ങൾ തരേണ്ടത് ആരാണ്? കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ധൈര്യമായിട്ട്
ആ കാര്യം ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. വലതുകരത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്. അപ്പോൾ ഇത് വലിയൊരു ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, ഉപേക്ഷിക്കലിൻ്റെ, ത്യജിക്കലിൻ്റെ ഒരു യാത്രയാണ് അല്ലേ? നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയമാണ് നിങ്ങളിവിടെ കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കടക്കാരനാവുമോ? ആവുമോ? ഈശോ ഒരിക്കലും കടക്കാരനാകുകയില്ല. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി 1000 രൂപ മുടക്കിയാൽ ഈശോ അതിൻ്റെ 100 ഇരട്ടി തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ആളുകളിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കാൻ കാത്തിരിക്കുകയാണ് എന്നൊരു പ്രത്യാശയുടെ സന്ദേശം കൂടെ ഞാൻ നൽകട്ടെ. സങ്കീർത്തനങ്ങൾ 62-ാം സങ്കീർത്തനം 11-ാം വാക്യം എന്താണ്? അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുന്നു. പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുന്നു. അങ്ങനെയുള്ളവനാണ്. പണിയെടുത്താൽ കൂലി കൊടുക്കാത്തവനല്ല ദൈവം. കൂലി നന്നായിട്ട് കൊടുക്കുന്നവനാണ്. 11-ാം മണിക്കൂറിൽ വന്നവനും സമൃദ്ധമായി കൊടുക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ദൈവം തരും. അതുകൊണ്ട് വലിയൊരു ആവേശത്തോടെ നിങ്ങൾ കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം.